Good morning. Our second chapter is the theory of consumer behavior. The theory of consumer behavior. ഉപഭോക്താവിന്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം. In this chapter, we will study the behavior of an individual consumer. നമുക്കറിയാം കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാണ്? കൺസ്യൂമർ ഈസ് ആൻ ഇൻഡിവിജ്വൽ who purchases goods and services for personal use. സ്വന്തം ആവശ്യത്തിന്, സ്വന്തം ഉപയോഗത്തിന് സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. കൺസ്യൂമറുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഹി ഹാസ് ടു ഫേസ് എ ചോയ്സ് പ്രോബ്ലം. സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് സംബന്ധിച്ചൊരു പ്രശ്നം കൺസ്യൂമർക്കുണ്ട്. ദ കൺസ്യൂമർ ഹാസ് ടു ഡിസൈഡ് ഹൗ ടു സ്പെൻഡ് ഹർ ഇൻകം ഓൺ ഡിഫറെൻറ്റ് ഗുഡ്സ്. ദ കൺസ്യൂമർ ഹാസ് ടു ഡിസൈഡ് ഹൗ ടു സ്പെൻഡ് ഹർ ഇൻകം ഓൺ ഡിഫറെൻറ്റ് ഗുഡ്സ്. സാധാരണഗതിയിൽ കൺസ്യൂമർ പല സാധനങ്ങൾ വാങ്ങിക്കുന്ന ആളാണ്. അപ്പം ഏതൊക്കെ സാധനത്തിന് എത്ര എമൗണ്ട് വീതം ചെലവാക്കണം എന്നുള്ള പ്രശ്നം കൺസ്യൂമർ അഭിമുഖീകരിക്കുന്നുണ്ട്. ആ പ്രശ്നത്തെയാണ് ദ പ്രോബ്ലം ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ പ്രോബ്ലം, ഈ എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ള പ്രോബ്ലം, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലൈക്സ് ഓഫ് ദ കൺസ്യൂമർ ആൻഡ് വാട്ട് ദ കൺസ്യൂമർ ക്യാൻ അഫോർഡ് ടു ബൈ. This depends on the likes of the consumer and what the consumer can afford to buy. നമ്മളിത് പഠിക്കുന്നതിന്, ഈ ചാപ്റ്റർ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില സംജ്ഞകളും സങ്കല്പങ്ങളും ഒക്കെ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. In the real world, a consumer consumes many goods. But in this chapter, we will assume that the consumer consumes only two goods, say bananas and mangoes. This is for making our analysis simple. In the actual world, the situation is not like this. The consumer purchases many goods and services. Any combination of the amount of the two goods will be called a consumption bundle. കൺസ്യൂമർ ഇപ്പം രണ്ട് സാധനങ്ങളെ വാങ്ങിക്കുന്നുള്ളത് നമ്മൾ തൽക്കാലം അനുമാനിക്കുകയാണ്, തൽക്കാലം സങ്കല്പിക്കുകയാണ്. ബനാനയും മാംഗോസും മാത്രം വാങ്ങുന്ന കൺസ്യൂമറാണ് നമ്മുടെ. അപ്പം ആ കൺസ്യൂമർ വാങ്ങുന്ന ഈ രണ്ട് സാധനങ്ങളുടെ, വ്യത്യസ്ത അളവുകളിലുള്ള ഈ വാങ്ങുന്ന രണ്ട് സാധനങ്ങളുടെ കോമ്പിനേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസംഷൻ ബണ്ടിൽ. In general, we shall use the variable x1 to denote the quantity of bananas and x2 to denote the quantity of mangoes. അതായത് ഒന്നാമത്തെ സാധനത്തിന്റെ ക്വാണ്ടിറ്റി സൂചിപ്പിക്കാനായിട്ട് x1 എന്നും രണ്ടാമത്തെ സാധനത്തിന്റെ ക്വാണ്ടിറ്റി സൂചിപ്പിക്കാനായിട്ട് x2 എന്നും ഉള്ള നൊട്ടേഷൻസ്, സിംബൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ബണ്ടിൽ നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരിക്കും? x1, x2 എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദാറ്റ് വുഡ് മീൻ എ ബണ്ടിൽ കൺസിസ്റ്റിംഗ് ഓഫ് x1 ക്വാണ്ടിറ്റി ഓഫ് ബനാനാസ് ആൻഡ് x2 ക്വാണ്ടിറ്റി ഓഫ് മാംഗോസ്. ഫോർ പർട്ടിക്കുലർ വാല്യൂസ് ഓഫ് x1 ആൻഡ് x2, x1 x2 bundle would give us a particular bundle. x1 x2 എന്ന് പറയുന്നത് that will be a particular bundle for us. For example, 510 എന്നാണ് നമ്മൾ ബണ്ടിൽ എഴുതുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം this bundle consists of 5 bananas and 10 mangoes. ബനാനയുടെ ക്വാണ്ടിറ്റി, അതായത് ഒന്നാമത്തെ ഗുഡിൻ്റെ ക്വാണ്ടിറ്റി 5 എന്നും രണ്ടാമത്തെ ഗുഡിൻ്റെ ക്വാണ്ടിറ്റി 10 എന്നുമാണ്. അല്ല, തിരിച്ചാണ്. 10-5 എന്നാണ് എഴുതുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ദ ബണ്ടിൽ കൺസിസ്റ്റ് ഓഫ് 10 ബനാനാസ് ആൻഡ് 5 മാംഗോസ്. നമ്മളുടെ പ്രാഥമികമായ ഒരു
സങ്കല്പമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ അടുത്തതായിട്ട് കൺസ്യൂമറുടെ പെരുമാറ്റത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് യൂട്ടിലിറ്റി. വാട്ട് ഈസ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റിക്ക് മലയാളത്തിൽ പറയുന്നത് ഉപയുക്തത എന്നാണ്. അപ്പോൾ എ കൺസ്യൂമർ യൂഷ്വലി ഡിസൈഡ്സ് ഹിസ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഓൺ ദ ബേസിസ് ഓഫ് satisfaction that he derives from it. Why a consumer purchases a good? Why we purchase banana? Because there is a reason. Because we get some satisfaction from buying it, from consuming it, from purchasing it. That's why we purchase some goods. From our consumption depends on the utility, or utility means satisfaction, the satisfaction that we derive from it. Utility of a commodity is the want satisfying capacity of a commodity. Utility of a commodity എന്ന് പറയുന്നത് it is the want satisfying capacity of a commodity. Utility has the following features. Utility has the following features. One is utility is subjective. It is subjective. ആത്മനിഷ്ഠമാണ്. മനസ്സിലെ ഒരു സങ്കല്പം മാത്രമായി യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അത് ഓരോരുത്തരുടെയും എന്താണ് മനസ്സ് മാറുന്നതനുസരിച്ച് ഓരോ വ്യക്തികൾക്കും പ്രത്യേക മനസ്സാണ്. ആ മനസ്സിനനുസരിച്ച് ഇതിന്റെ വാല്യൂ മാറും. യൂട്ടിലിറ്റി ഈസ് സബ്ജക്റ്റീവ്. അതേപോലെ തന്നെ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ക്യാൻ ഗെറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് യൂട്ടിലിറ്റി ഫ്രം ദ സെയിം കമ്മോഡിറ്റി. ഇഫ് two different individuals consumes mangoes, same size, same color, same type of mangoes, but still they may have different levels of utility. One consumer may say, I have got 50 utils, I have got 50 utility, 50 levels, 50 as utility. The other consumer may say, I got 30 utility, 30 utils, as my satisfaction is 30 utils. That means the same product, different individuals can get different levels of utility from the same commodity. അതേപോലെ തന്നെ മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് utility that one individual gets from the commodity can change with change in place and time. Utility that one individual gets from the commodity can change with change in place and time. ഒരേ വ്യക്തിക്ക് തന്നെ കിട്ടുന്ന യൂട്ടിലിറ്റി വ്യത്യസ്ത സ്ഥലങ്ങളിലാണെങ്കിൽ മാറിയെന്ന് വരാം. അതായത് മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഐസ്ക്രീം കഴിച്ചപ്പോൾ കിട്ടുന്ന യൂട്ടിലിറ്റി ആയിരിക്കില്ല ചൂട് കൂടിയ വെയിലത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ചൂട് കൂടിയ അവസ്ഥയിൽ ഐസ്ക്രീം കഴിക്കുമ്പോൾ കിട്ടുന്ന യൂട്ടിലിറ്റി. അതായത് the level of satisfaction changes. അപ്പോൾ അതാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ there are two different approaches that explain the consumer behavior. യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെടുത്തി തന്നെ കൺസ്യൂമറുടെ ബിഹേവിയറിനെ അനലൈസ് ചെയ്യുന്ന രണ്ട് തരത്തിലുള്ള വിശകലനങ്ങളുണ്ട്. One approach is the cardinal utility approach, അല്ലെങ്കിൽ the cardinal utility analysis. The second one is the ordinal utility analysis. But there are two different approaches. നമ്മൾ അതിൽ the cardinal utility analysis അതാണ് നമ്മൾ ആദ്യമേ പഠിക്കാൻ പോകുന്നത്. Cardinal utility analysis assumes that level of utility can be expressed in numbers such as 1, 2, 3, etc. നമ്മളുടെ എണ്ണൽ സംഖ്യകളായിട്ട് യൂട്ടിലിറ്റിയെ പറയാൻ കഴിയും എന്നാണ്. കാർഡിനൽ നമ്പേഴ്സ് ആയിട്ടുള്ള 1, 2, 3 ഉപയോഗിച്ച് നമുക്ക് യൂട്ടിലിറ്റിയുടെ അളവ് പറയാൻ കഴിയും, നമുക്ക് കിട്ടിയ സംതൃപ്തിയുടെ അളവ് പറയാൻ കഴിയും എന്ന സങ്കല്പത്തിൽ
നിലകൊള്ളുന്ന യൂട്ടിലിറ്റി അനാലിസിസ് ആണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. Cardinal utility analysis assumes that level of utility can be expressed in numbers such as 1, 2, 3, etc. ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ there are two measures of utility. യൂട്ടിലിറ്റിയുടെ രണ്ട് അളവുകളുണ്ട്. There are two measures of utility. ഒന്ന് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ derived from consuming a given amount of a particular commodity. ഒരു സാധനത്തിന്റെ ഒരു നിശ്ചിത അളവ് കൺസ്യൂം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന മൊത്തം സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയും. ഒരാള് 4 ബനാന തിന്നു വിചാരിക്കുക. ആദ്യത്തെ ബനാന തിന്നപ്പോൾ അയാൾക്ക് 20 യൂട്ടിലിറ്റി കിട്ടി. രണ്ടാമത്തെ ബനാന തിന്നപ്പോൾ 15 യൂട്ടിലിറ്റി കിട്ടി. മൂന്നാമത്തെ ബനാന തിന്നപ്പോൾ 10 യൂട്ടിലിറ്റി കിട്ടി. നാലാമത്തെ ബനാന തിന്നപ്പോൾ 0 യൂട്ടിലിറ്റി കിട്ടി എന്ന് വിചാരിക്കുക. ഒന്നാമത്തെ ബനാനയ്ക്ക് 20 യൂട്ടിലിറ്റി, രണ്ടാമത്തതിന് 15, മൂന്നാമത്തതിന് 10. അപ്പം അങ്ങനെ വരുമ്പം ഈ 3 ബനാനയുടെ തിന്നപ്പോൾ അയാൾക്ക് 50 20ഉം 15ഉം 10ഉം 45 യൂട്ടിലിറ്റി കിട്ടി. നാലാമത്തെ ബനാന തിന്നപ്പോൾ 0 യൂട്ടിലിറ്റിയാണ് കിട്ടി. അതുകൊണ്ട് അതായത് ഈ നാലാമത്തെ ബനാന തിന്നപ്പോൾ അയാളുടെ സാറ്റിസ്ഫാക്ഷൻ അതിൻ്റെ മാക്സിമത്തിലെത്തി, ഇനി അപ്പുറത്തോട്ട് പോകാത്ത വിധത്തിൽ കോൺസ്റ്റന്റ് ആയി. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിലാണെങ്കിൽ എന്താണ് അയാളുടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. 20 + 15 + 10 എത്രയാണ്? 25ഉം 20ഉം 45, 45. That is the total utility. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത അടുത്ത മെഷറാണ് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡ്യൂ ടു കൺസംഷൻ ഓഫ് 1 additional unit of a commodity. ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്ന ചേഞ്ചാണ് ഡ്യൂ ടു കൺസംഷൻ ഓഫ് 1 additional unit of a commodity. ഒരു കമ്മോഡിറ്റിയുടെ ഒരു അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന യൂട്ടിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ഒന്നാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടിയ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 20 ആണ്, അല്ലേ? വേറെ യൂട്ടിലിറ്റി ഒന്നും ഇല്ലായിരുന്നു, ആദ്യമായിട്ട് കിട്ടി 20 യൂട്ടിലിറ്റി. രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ നമുക്ക് 15 യൂട്ടിൽസ് അഡീഷണൽ ആയിട്ട് കിട്ടിയ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ദ സെക്കൻഡ് യൂണിറ്റ്. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ദ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? അത് 10 ആണ്. ദാറ്റ് ഈസ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ദ തേർഡ് യൂണിറ്റ്. വാട്ട് ഈസ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ദ ഫോർത്ത് യൂണിറ്റ്? ഫോർത്ത് യൂണിറ്റ് കൺസ്യൂം ചെയ്തുകൊണ്ട് എന്താണ്? അഡീഷണൽ ആയിട്ട് ഒരു യൂട്ടിലിറ്റിയും കിട്ടിയില്ല, 0 എന്ന് പറഞ്ഞു. അപ്പം മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ദ ഫോർത്ത് യൂണിറ്റ് ഈസ് 0. ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് പറയാം. അതാണ് mu of n is equal to tu of n minus tu of n minus 1. ഇക്വേഷൻ അതാണ്. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് nth യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി, അതായത് 10 യൂണിറ്റ് ആയിക്കോട്ടെ, 4 യൂണിറ്റ് ആയിട്ടെ, 5 യൂണിറ്റ് ആയിക്കോട്ടെ, ഇപ്പം പറഞ്ഞ കൂട്ട് 4 യൂണിറ്റ് ഉള്ള ഒരു കമ്മോഡിറ്റിയാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ ആ നാലാമത്തെ യൂണിറ്റിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് n യൂണിറ്റ്സ്. നമ്മൾ പറഞ്ഞു 4 യൂണിറ്റ്സ് ഉണ്ട്, 4 യൂണിറ്റ്സ് കൂടെ കൺസ്യൂം ചെയ്യപ്പോൾ നമുക്ക് കിട്ടിയ ടോട്ടൽ യൂണിറ്റ് എന്ന് പറയുന്നത് 45. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 45 യൂണിറ്റ്സ് മൈനസ് n-1 യൂണിറ്റ്, ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് n-1 യൂണിറ്റ്. ഇവിടെ n-1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് യൂണിറ്റിന്റെ nth യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് യൂണിറ്റ്. ആ ലാസ്റ്റ് യൂണിറ്റിന് തൊട്ട് മുമ്പുള്ള യൂണിറ്റ്, അതായത് മൂന്നാമത്തെ ബനാന കഴിച്ചപ്പോൾ കിട്ടിയ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി. മൂന്നാമത്തെ ബനാന വരെ കഴിച്ചപ്പോൾ കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയും 45 ആണ്, ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് n-1ഉം 45 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാർജിനൽ യൂട്ടിലിറ്റി, ലാസ്റ്റ് യൂണിറ്റിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. നമ്മുടെ എക്സാമ്പിളിൽ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ദ ലാസ്റ്റ് യൂണിറ്റ്, nth യൂണിറ്റ്, ഫോർത്ത് യൂണിറ്റ് ഈസ് 0. അതുപോലെ തന്നെ ദ ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി ക്യാൻ ഓൾസോ ബി റിലേറ്റഡ്.
വി ക്യാൻ റിലേറ്റ്. അത് തമ്മിൽ ഒരു പരസ്പര ബന്ധമുണ്ട്. അതായത് ഈ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കിട്ടിയ മാർജിനൽ യൂട്ടിലിറ്റി, ആദ്യത്തെ യൂണിറ്റിന് കിട്ടിയ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 20 യൂട്ടിൽസ് ആണ്. രണ്ടാമത്തെ യൂണിറ്റിന് കിട്ടിയ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 15 യൂണിറ്റ്സ് ആണ്. മൂന്നാമത്തെ യൂണിറ്റിന് കിട്ടിയ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 10 യൂട്ടിൽസ് ആണ്. നാലാമത്തെ യൂണിറ്റിന് കിട്ടിയത് 0 ആണ്. അപ്പം മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് യൂണിറ്റ് 1 പ്ലസ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് യൂണിറ്റ് 2 പ്ലസ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് യൂണിറ്റ് 3 പ്ലസ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് യൂണിറ്റ് 4, ഇത് നാലൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് ഓൾ ദ 4 യൂണിറ്റ്സ്, n യൂണിറ്റ്സ്. എത്ര യൂണിറ്റ് ഉണ്ടോ അത്രയും യൂണിറ്റിൻ്റെയും കൂടെ ടോട്ടൽ യൂട്ടിലിറ്റി നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ ഇക്വേഷൻ. ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് n യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് യൂണിറ്റ് 1 പ്ലസ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് യൂണിറ്റ് 2 പ്ലസ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് യൂണിറ്റ് 3 പ്ലസ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ദ nth യൂണിറ്റ്, ലാസ്റ്റ് യൂണിറ്റ്, വാട്ട് എവർ ബി ദ ലാസ്റ്റ് യൂണിറ്റ്. ആ യൂണിറ്റിന്റെ വരെയുള്ള യൂട്ടിലിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ യൂട്ടിലിറ്റി. Here we are using a graph and a diagram to explain this concept. ഇത് നിങ്ങൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആക്ച്വലി യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റീസ് തന്നിട്ടുണ്ട്. ബനാനാസ് എന്ന് വിചാരിച്ചോളൂ. ഒന്നാമത്തെ ബനാന, രണ്ടാമത്തെ ബനാന, അങ്ങനെ 6 ബനാനകളുടെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ യൂട്ടിലിറ്റി തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ബനാന കഴിച്ചുകൊണ്ട് 12 യൂണിറ്റ്സ് ആണ് ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടിയത്. രണ്ടാമത്തെ ബനാന കഴിച്ചുകൊണ്ട് 18 കിട്ടി. മൂന്നാമത്തായപ്പോൾ 22 കിട്ടി. നാലാമത്തതായപ്പോൾ 24 കിട്ടി. അഞ്ചാമത്തതായപ്പോൾ 24 കിട്ടി. ആറാമത്തതായപ്പോൾ 22 കിട്ടി. അപ്പം ദീസ് ആർ ദ ടോട്ടൽ യൂട്ടിലിറ്റീസ്. ഒന്നാമത്തെ യൂണിറ്റിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി അതാണ്. അപ്പം നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? മാർജിനൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കാം. അത് നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ടോട്ടൽ യൂട്ടിലിറ്റി 1 ആണ്. സോറി, ഒന്നാമത്തെ യൂണിറ്റ് ടോട്ടൽ യൂട്ടിലിറ്റി 12 ആണ്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എത്രയാണ് ഒന്നാമത്തതിൻ്റെ? അഡീഷണൽ ആയിട്ട് അവിടെ കിട്ടിയ യൂട്ടിലിറ്റി എത്രയാണ്? 12 തന്നെയാണ്. അപ്പം ദാറ്റ് ഈസ് ദ മാർജിനൽ യൂട്ടിലിറ്റി. രണ്ടാമത്തെ യൂണിറ്റിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18 ആണ്. 18 ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് nth യൂണിറ്റ്. nth യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ രണ്ടാമത്തെ യൂണിറ്റ് ആണ്. രണ്ടാമത്തെ യൂണിറ്റിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 18 ആണ്. അതിൽ നിന്ന് ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് ദ n-1 യൂണിറ്റ്, ടോട്ടൽ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് ഒന്നാമത്തെ യൂണിറ്റ് വരെ കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റി കുറച്ചു എന്ന് പറഞ്ഞാൽ 18 മൈനസ് 12, അതാണ് ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് ദ എന്താണ് സെക്കൻഡ് യൂണിറ്റ് മൈനസ് ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നതാണ് 6. ദാറ്റ് ഈസ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ദ സെക്കൻഡ് യൂണിറ്റ്. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ദ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് ദ തേർഡ് യൂണിറ്റ് നമുക്കിവിടെ നോക്കിയാൽ അറിയാം 22 ആണ്. 22 ആണ് ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് ദ തേർഡ് യൂണിറ്റ്. തേർഡ് യൂണിറ്റ് മൈനസ് ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് ദ n-1 യൂണിറ്റ്. n-1 യൂണിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ തൊട്ട് മുമ്പുള്ള യൂണിറ്റ്, മൂന്നാമത്തെ യൂണിറ്റിന്റെ തൊട്ട് മുമ്പുള്ള യൂണിറ്റ് വരെ കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റി. അതാണ് അവിടെ തന്നിട്ടുണ്ട് 18. അപ്പം ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് തേർഡ് യൂണിറ്റ് മൈനസ് ടോട്ടൽ യൂട്ടിലിറ്റി അപ് ടു സെക്കൻഡ് യൂണിറ്റ്, അതാണ് 22 മൈനസ് 18, അതെന്ന് പറയുന്നതാണ് 4. അപ്പം അങ്ങനെ നമുക്ക് അടുത്ത മാർജിനൽ യൂട്ടിലിറ്റി നാലാമത്തെ യൂണിറ്റിന്റെ 2, അഞ്ചാമത്തെ യൂണിറ്റിന്റെ 0. കണ്ടില്ല, അഞ്ചാമത്തെ യൂണിറ്റ് 0 ആണ്. നാലാമത്തെ യൂണിറ്റിന്റെ അഞ്ചാമത്തെ യൂണിറ്റിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. Therefore marginal utility is 0. Marginal utility of 6th unit is minus, നെഗറ്റീവ് ആണ്. ടോട്ടൽ യൂട്ടിലിറ്റി കുറഞ്ഞിരിക്കുകയാണ്. അഞ്ചാമത്തെ ബനാന തിന്നപ്പോൾ 24 യൂട്ടിൽസ് കിട്ടിയ കൺസ്യൂമറിന് ആറാമത്തെ ബനാന തിന്നപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ കുറവുണ്ടായി. അതായത് തിന്നത് വയറ് നിറഞ്ഞ് ഛർദ്ദിക്കുന്ന അവസ്ഥയിലായി, ഉള്ള സംതൃപ്തി പോയി, ശാരീരിക അസ്വസ്ഥമായി, സംതൃപ്തി കുറഞ്ഞു. 24 വരെ സംതൃപ്തി കിട്ടി, യൂട്ടിൽസ് വരെ സംതൃപ്തി കിട്ടിയിരുന്ന കൺസ്യൂമറിന്റെ സംതൃപ്തി കുറഞ്ഞു. അതുകൊണ്ടാണ് മാർജിനൽ യൂട്ടിലിറ്റി അവിടെ എത്ര ആയിരിക്കുന്നു? -2 ആയിരിക്കും. ഇതിന്റെ തന്നെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇതിനെ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നു. ടോട്ടൽ യൂട്ടിലിറ്റിയെ കാണിക്കുക. യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി, അതായത് ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി എന്ന് പറയുന്നതാണ് OX ആക്സിസിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. OY ആക്സിസിൽ യൂട്ടിലിറ്റി എടുത്തിരിക്കുക. OY ആക്സിസിൽ യൂട്ടിലിറ്റി എടുത്തിരിക്കുക. നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റിയുടെ ഫിഗേഴ്സും അറിയാം, മാർജിനൽ യൂട്ടിലിറ്റീസിന്റെ ഫിഗേഴ്സും അറിയാം. ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ നമുക്കറിയാം. OX ആക്സിസിലും OY ആക്സിസിലും ഉള്ള ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ട് അതെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് നമ്മൾ കർവ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും കിട്ടും. ടോട്ടൽ യൂട്ടിലിറ്റിയുടെ കർവ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത് 12, 18, 22, 24, 22 ഇങ്ങനെയുള്ള
പോയിന്റുകളിലൂടെ പോകുന്നതായിട്ട് കാണാം. മാർജിനൽ യൂട്ടിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ കാണാം അത് 12, 6, 4, 2, 0, -2 എന്ന് പറയുന്ന ലെവലിലേക്ക് താഴോട്ട് വരുന്നത് കാണാം. ദിസ് ഈസ് ദ എന്താണ് marginal and total utility derived from consumption of various amounts of a commodity. Upon we notice that the marginal utility diminishes with increase in consumption of the commodity. The value of total utility increases, then after reaching a certain stage it becomes constant and then starts declining. That is marginal utility, total utility തമ്മിലുള്ള വ്യത്യാസം. Marginal utility declines all throughout, whereas total utility increases first, then reaches a state of stagnation and then starts decreasing. As the consumer consumes more and more units of the commodity, we notice that total utility increases but at a diminishing rate. The marginal utility diminishes from 12 to 6, 6 to 4 and so on, with increase in consumption of the commodity from 1 to 2, 2 to 3 and so on. This is due to the operation of law of diminishing marginal utility. അതാണ് നമ്മൾ എത്തിച്ചേരുന്ന ഒരു കൺക്ലൂഷൻ. മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്തിരിക്കുന്നു? കുറഞ്ഞു വരും. അതൊരു ഇക്കണോമിക്സിലെ ഒരു നിയമമായിട്ട് മാറുകയാണ്. നിയമത്തിലേക്ക് നമ്മളെ എത്തിക്കുകയാണ്. ഇക്കണോമിക്സിലെ പ്രസിദ്ധമായൊരു നിയമമാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. Law of diminishing marginal utility states that marginal utility from consuming each additional unit of a commodity declines as its consumption increases, while keeping consumption of other commodities constant. മറ്റ് കൺസംഷൻ ഒന്നുമില്ല, അതെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിക്കൊണ്ട് ഒരു കൺസ്യൂമർ ഒരേ സാധനം തന്നെ വീണ്ടും കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? Marginal utility from consuming each additional unit of a commodity declines. Marginal utility decline ചെയ്തു വരും. കൺസംഷൻ കൂടുന്നതോടുകൂടി, അതായത് ഓരോരോ ബനാനയും കൂടുതൽ തിന്നുന്തോറും എന്താണ് കിട്ടുന്ന അഡീഷണൽ യൂട്ടിലിറ്റിയുടെ അളവ് കുറഞ്ഞു വരും. ആദ്യത്തെ ബനാന കൺസ്യൂം ചെയ്തോടെ 12 യൂട്ടിൽസ് കിട്ടി. രണ്ടാമത്തെ ബനാന ആയപ്പോഴത്തേക്ക് അത് 6 യൂട്ടിൽസ് ആയിട്ട് കുറഞ്ഞു. മൂന്നാമത്തതായപ്പോഴത്തേക്ക് 4 ആയിട്ട് കുറഞ്ഞു. നാലാമത്തതായപ്പോൾ 2 ആയിട്ട് കുറഞ്ഞു. അഞ്ചാമത്തതായപ്പോഴത്തേക്ക് സ്റ്റാഗ്നേഷൻ 0 ആയിട്ട് കുറഞ്ഞു. ആറാമത്തതായപ്പോഴത്തേക്ക് -2 ആയി. അപ്പം ഇതാണ് നമ്മൾ പറയുന്ന ഏത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ കോൺസെപ്റ്റ് ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് അത് ലോ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. There is a relationship between total utility and marginal utility. Certain relations exist between total utility and marginal utility. അത് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, when ആ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ we can understand what is the implicit relations exist there. When total utility increases, marginal utility is positive. We notice in the graph that when total utility increases, marginal utility is positive. When total utility reaches maximum, marginal utility becomes 0. ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, total utility reaches maximum when it reaches 24. Marginal utility becomes 0. When total utility falls, after that the total utility starts falling. Marginal utility must be negative. We notice in the graph that the marginal utility has gone down to the negative segment of y-axis. അടുത്ത സെക്ഷൻ, derivation of demand curve in the case of a single commodity. That's on the basis of law of diminishing marginal utility. അപചയ സീമന്തോപയുക്തത നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിമാൻഡ് കർവ്, ചോദന വക്രം എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നതാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. The quantity of a commodity that a consumer is willing to buy
and is able to afford given prices of goods and income of the consumer is called demand for that commodity. Demand എന്ന് പറഞ്ഞാൽ demand is actually desire backed by ability and willingness to pay for a commodity. In order to have demand, the consumer must have willingness, willing to buy, must be willing to buy, and must have the ability, able to afford given prices of goods and income of the consumer. അപ്പം ഇൻകവും വിലകളും അറിയാവുന്ന സാഹചര്യത്തിൽ വാങ്ങാനുള്ള ഇച്ഛാശക്തിയും കഴിവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സാധനത്തിന് ഡിമാൻഡ് ഉണ്ടാവുകയുള്ളൂ. അതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഈ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. പ്രധാനമായിട്ടും 4 ഫാക്ടേഴ്സിനെയാണ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങളാണ്. ഒന്ന്, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. The first one is price of the commodity. The second one is prices of other commodities. Prices of other commodities എന്ന് പറയുമ്പോൾ prices of it is actually the prices of related commodities. Related commodities are complementary goods and substitute goods. നമ്മൾ കുറച്ചുകൂടെ വിശദമായിട്ട് പിന്നീട് പഠിക്കും. Prices of other commodities, then income of the consumer. നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദ കൺസ്യൂമർ. ഇതിൽ നിന്നാണ് നമ്മൾ ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യുന്നത്. ഡിമാൻഡ് കർവ് ഈസ് എ ഗ്രാഫിക് പ്രസന്റേഷൻ ഓഫ് വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് എ കമ്മോഡിറ്റി that a consumer is willing to buy at different prices of the same commodity, other things remaining constant. വില മാത്രം ചേഞ്ച് ചെയ്യുന്നതിലൂടെ ബാക്കിയുള്ള നമ്മൾ ഈ പറഞ്ഞ 4 ഘടകങ്ങളിൽ ബാക്കിയുള്ള പ്രധാനപ്പെട്ട 3 ഘടകങ്ങളിലും യാതൊരു മാറ്റവും. അതർ തിങ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ മറ്റ് ഘടകങ്ങളാണ്, വില ഒഴികെയുള്ള ഘടകങ്ങൾ. അതായത് ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, പ്രൈസസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്. ഈ 3 ഘടകങ്ങളിൽ യാതൊരു മാറ്റമില്ല. അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റന്റ്. ഡിമാൻഡ് കർവ് ഈസ് എ ഗ്രാഫിക് പ്രസന്റേഷൻ of various quantities of a commodity that a consumer is willing to buy at different prices of the same commodity. ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ ഇപ്പോൾ ബനാനയുടെ വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് ഒരു കൺസ്യൂമർ അത് വാങ്ങുന്നതിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യാം. വില കൂടിയാൽ കൺസ്യൂമർ വാങ്ങുന്നതിൻ്റെ അളവ് കുറയാം, വില കുറഞ്ഞാൽ വാങ്ങുന്ന ക്വാണ്ടിറ്റിയുടെ അളവ് കൂടാം. അപ്പോൾ അതിനെ കാണിക്കുന്ന ഒരു കർവ്, ഒരു ഗ്രാഫിക് പ്രസന്റേഷൻ നമ്മൾ നടത്തിയാൽ ആ കർവിനെ വിളിക്കുന്ന പേരാണ് ഡിമാൻഡ് കർവ്. അപ്പം നമുക്കിവിടെ ഒരു ഡിമാൻഡ് കർവ് തന്നിട്ടുണ്ട്. അതിനകത്ത് ക്വാണ്ടിറ്റി ഓൺ OX ആക്സിസ്, പ്രൈസ് ഓൺ OY ആക്സിസ്. കണ്ടില്ലേ, പ്രൈസ് വെൻ പ്രൈസ് ഈസ് 50, സപ്പോസ് ദ പ്രൈസ് ഓഫ് ബനാന ഈസ് 50 per kg, the consumer will demand 0 quantity. That means the consumer will not purchase. If the price decreases to 40, the consumer will purchase 5 kg. Suppose the price decreases again to 30, then the consumer will purchase 15 kg. If the price decreases further to 20, then the consumer will purchase 30 kg. If the price decreases again to 10, then the consumer will buy 55 kg. This is the relation. By joining the price and quantity, we get a curve. By representing by a graphic representation of these quantities of a commodity that the consumer is willing to buy at different prices of the same commodity, this is a
hypothetical demand curve. The downward sloping demand curve shows that at lower prices the consumer is willing to buy more of a commodity, and at higher prices she is willing to buy less of the commodity. The negative relationship between price of a commodity and quantity demanded is referred to as the law of demand. ഇക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ഒരു ലോ കൂടി നമ്മൾ പഠിക്കുകയാണ്, law of demand. What is law of demand? It shows the negative relationship between price of a commodity and quantity demanded. അതായത് പ്രൈസ് കൂടിയാൽ ക്വാണ്ടിറ്റി കുറയും, പ്രൈസ് കുറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. ഈ ലോയുടെ പേരാണ് ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ്. An explanation for a downward sloping demand curve is the operation of the law of diminishing marginal utility. Why we have a downward sloping demand curve? There is a definite reason for that. It is because of the operation of law of diminishing marginal utility. Law of diminishing marginal utility നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. നമുക്കറിയാം, the law of diminishing marginal utility states that each successive unit of a commodity provides lower marginal utility. കൂടുതൽ കൂടുതൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യും തോറും മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന മാർജിനൽ യൂട്ടിലിറ്റി ഉള്ള ഒരു സാധനത്തിന് കൺസ്യൂമർ കുറച്ച് കുറച്ച് വിലയെ കൊടുക്കാൻ തയ്യാറാവുകയുള്ളൂ. അല്ലെങ്കിൽ ആദ്യം കൊടുത്തു വാങ്ങിയ വിലയ്ക്ക് വാങ്ങാനായിട്ട് കൺസ്യൂമർ തയ്യാറാവില്ല. കൂടുതൽ വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? വില കുറച്ച് കൊടുക്കേണ്ടി വരും. Therefore, the individual will not be willing to pay as much for each additional unit. It is because of this that the demand curve is downward sloping. അപ്പോൾ ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ പ്രവർത്തനം മൂലമാണ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ദിസ് റിസൾട്ട്സ് ഇൻ എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് പൂർണ്ണമാകുന്നു. We will now move on to ordinal utility analysis. That will be in the next class. Thank you.